സർ, അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫിനെതിരായി ഇന്ത്യ കനത്ത തിരിച്ചടി നൽകാനൊരുങ്ങുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇന്ത്യ അങ്ങനെ ഒരു തിരിച്ചടി നൽകുകയാണെങ്കിൽ ബ്രിക്സിലൂടെ ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി അമേരിക്കയ്ക്ക് നൽകാൻ സാധിക്കുമോ? ആണെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കും ആ ഒരു ബ്രിക്സിലൂടെ തിരിച്ചടിക്കാൻ പോകുന്നത്? ഇന്ത്യയെ തിരിച്ചടിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. അപ്പൊ ഏറ്റവും അവസാനത്തെ വാർത്ത എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ തിരിച്ച് മറിച്ചൊരു താരിഫ് അതിനകത്ത് അവിടുന്ന് ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ സാധനങ്ങൾക്ക് താരിഫ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ അകത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതാണ്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നു നമ്മൾ മുട്ടുമടക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ CPM പറയുന്നു. ഇവിടുത്തെ ജനങ്ങൾ അത്തരത്തിൽ താല്പര്യം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് സംവദിക്കുന്ന പ്രധാനമന്ത്രി ആയതുകൊണ്ട് ജനങ്ങളുടെ താല്പര്യം എങ്ങനെയാണ്, ഞങ്ങൾക്ക് അത് കുഴപ്പമില്ല, നമ്മൾ താന്നു കൊടുക്കണ്ട. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞല്ലോ നമ്മുടെ സാധനങ്ങൾ മേടിച്ച് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പൊ അതിനകത്ത് ആ രീതിയിലേക്ക് രാജ്യ താല്പര്യത്തിന് വേണ്ടി ജനങ്ങൾ നിന്നു കൊടുക്കാം. അതുകൊണ്ട് മറു താരിഫ് അമേരിക്ക ഒന്നും അംഗീകരിച്ചു പോകണ്ട ആ രീതിയിലേക്ക് മാനസികാവസ്ഥയിലേക്ക് ജനം വരെ മാറിയിട്ടുണ്ട്. അപ്പം ഒരു മത്സര ബുദ്ധിയോടുകൂടി അത്തരത്തിൽ നിൽക്കുന്ന ഒരു ജനവും ഒരു പ്രധാനമന്ത്രിക്ക് അനുഗ്രഹമാകും. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതിനകത്ത് ഇതൊരു വലിയൊരു ത്രെട്ടാണ്. ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഈ രാജ്യം എന്ന് പറയുമ്പോൾ ഒന്ന് ലോകക്രമത്തിലെ നമ്പർ 1 രാജാവായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെയാണ് ഇപ്പോഴും രാജാവെന്ന് പ്രഖ്യാപിച്ച് നിൽക്കുന്ന, അത് തന്നെയാണ് പല രീതിയിൽ നോക്കുമ്പോൾ ശരിയായിട്ടുള്ള, സാമ്പത്തികമായിട്ടും ആയുധ രീതിയിലായാലും മറ്റു പല രീതിയിലും ലോകത്തിലെ ഒന്നാമത്തെ രാജ്യം അമേരിക്ക. ആ അമേരിക്കയാണ് ഇപ്പൊ ലോകത്ത് മൊത്തവും അതുപോലെ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഒരുപക്ഷെ ഇന്ത്യയുടെ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് അമേരിക്ക, നമ്മൾ ഈ പറയുന്ന കണക്ക് അമേരിക്കയെ ഒരു മസിൽ പിടുത്തം കാണിക്കുന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നിലനിൽപ്പിന്റെ വിഷയമാണ്. ഈ മറിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ വിഷയമാണ്. ഇതിനകത്ത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അമേരിക്ക നശിച്ചുകൊണ്ടിരിക്കുന്നു ആഭ്യന്തര കടം. നേരത്തെ ഈ പല മാധ്യമങ്ങളും ലോകവും ചർച്ച ചെയ്യുന്നുണ്ട്. 34 മില്യൺ ഡോളർ, മനസ്സിലായില്ലേ, ആഭ്യന്തര കടമുണ്ട്. അതിനെ അതിജീവിക്കണം അമേരിക്കയ്ക്ക്. ഈ പറയുന്ന പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ. അപ്പൊ അതിനെയാണ് ഈ പറയുന്ന ഇയാൾ വെപ്രാളം കുടിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഇന്ത്യക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇന്ത്യ ഈ പറയുന്നത് പോലെ ഇനിയും മൂന്നാമത് വരണം, അതിനുശേഷം രണ്ടാമത് വരണം, ഒന്നാമത് വരണം. ലോക സാമ്പത്തിക ക്രമത്തിൽ ഇപ്പം നമ്മൾ നാലാമതാണല്ലോ. നമുക്ക് മുമ്പിൽ ആരാ ഇനി അത് മൂന്നാമത് ഉടനെ തന്നെ വരുമെന്ന് പറയുന്നത്. അപ്പം ആ രീതിയിലേക്കുള്ള ഒരു മൂവ് ഇന്ത്യക്കുണ്ട്. അത് ഒരുപക്ഷെ അമേരിക്ക മനസ്സിലാക്കി, യൂറോപ്യൻ രാജ്യങ്ങൾ മനസ്സിലാക്കി, നാറ്റോ രാജ്യങ്ങൾ മനസ്സിലാക്കി. ലോകത്ത് ഈ പറയുന്ന യൂറോപ്പിനും നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും ഉള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലായിരിക്കണം ലോകക്രമം. അവര് നിയന്ത്രിക്കുന്ന ഒരു ലോകക്രമമായിരിക്കണം അത്. GCC രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിലും മറ്റ് പല രീതിയിലും ഒക്കെ ആയിരിക്കണം. അപ്പം അതിന് ഉതകുന്ന രീതിയിൽ ബാക്കി രാജ്യങ്ങളുടെ അവരുടെ പുറകോട്ട് നിൽക്കണം. അതിനുവേണ്ടിയാണ് ഡീപ് സ്റ്റേറ്റ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് മറ്റു രാജ്യങ്ങൾക്ക് അത് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആ രീതിയിലേക്ക് നോക്കുമ്പോൾ സിന്ധുവിന് ശേഷം അമേരിക്ക നോക്കുമ്പോൾ ലോകത്ത് ആരും ഉദ്ദേശിക്കാത്ത രീതിയിൽ സൈലന്റ് ആയിട്ട് അതുവരെ ശ്രദ്ധ ആർക്കും അത്രയ്ക്ക് ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള രാജ്യമായിട്ട് മാറി. കാരണം ഈ പറയുന്ന സിന്ധുവിന് ശേഷം നമ്മുടെ മുന്നേറ്റം, നമ്മുടെ സൈനിക ശക്തിയോ അല്ലെങ്കിൽ നമ്മുടെ ആക്യുറേറ്റ് നീക്കങ്ങളോ അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളോ ഒന്നും ഈ പറയുന്നത് പോലെ വിചാരിച്ചതിന് അപ്പുറമാണെന്ന് മനസ്സിലായി. അമേരിക്കയുടെ പല പദ്ധതികളും പൊളിഞ്ഞു. യുദ്ധത്തിനകത്ത് ഇതുപോലെ എക്കണോമിക്കൽ ഗ്രോത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഈ യുദ്ധം പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് നടക്കുമ്പോൾ എക്കണോമിക്കലി ഇന്ത്യ തകരുമെന്ന് വിചാരിച്ചു. പക്ഷെ 4 ദിവസം കൊണ്ട് ആ പാകിസ്ഥാനെ അടിച്ചു തകർത്തതിന് ശേഷം ആ യുദ്ധം പോലും പ്രോഫിറ്റ് ആക്കി ലോകത്തെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരൻ ഇന്ത്യ മാറുന്നു. ഒരു യുദ്ധത്തിന് ശേഷം സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റത്തിൽ ഇന്ത്യ ഏറ്റവും മുമ്പിൽ വരുന്നു. ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പം അതിന് ശേഷം ഈ പറഞ്ഞത് സംഭവിക്കാതെ ഇന്ത്യയുടെ മുന്നേറ്റമാണ് വരുന്നത്. ഈ അമേരിക്കയെ ഉൾപ്പെടെ പുറന്തള്ളുന്നു. അമേരിക്കയുടെ ആയുധങ്ങൾ മേടിക്കുന്നിടത്ത് കരാർ ഒപ്പിക്കുന്നവർ അത് ക്യാൻസൽ ചെയ്തിട്ട് ഇന്ത്യയുടെ ആയുധങ്ങൾ മേടിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല ആയുധങ്ങളായിട്ട് മാറുന്നത്. ഇന്ത്യ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളുടെയും മുമ്പിൽ ഇന്ത്യ കൊള്ളാം, ഇന്ത്യയെ ഭയക്കണം, ഇന്ത്യയുടെ മുന്നേറ്റം ഭയക്കണം, ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ഭയങ്കരമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ശക്തി നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണെന്ന് പറഞ്ഞു. ഇത് അമേരിക്കയ്ക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പൊ ഇതിനകത്ത് അമേരിക്കയ്ക്ക് മുന്നേറുന്നതിന് വേണ്ടി താരിഫ് ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് തന്നെ നമ്മളെ പുറകോട്ടടിക്കുന്നതിന് വേണ്ടി ആ താരിഫ് എത്രത്തോളം ഉപയോഗപ്പെടുത്താമെന്ന് അമേരിക്ക വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നാളെ കാലത്തെ മുന്നേറാൻ അല്ലെങ്കിൽ മുന്നേറേണ്ട ഒരു അവസ്ഥയുള്ളൂ. ഈ എക്കണോമിക്കൽ ഗ്രോത്ത് ഇപ്പോൾ ഉള്ളതിന്റെ ഇരട്ടി കൊണ്ടുവന്നിട്ട് 2075 ആകുമ്പോൾ ലോകത്തിലെ നമ്പർ 1 ആകണമെന്നുള്ള രാജ്യമായിട്ട് ഇന്ത്യ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഇനിയും ഒരു കരട് കടി അല്ലെങ്കിൽ കല്ല് കടി ഈ പറയുന്ന യൂറോപ്പിന്റെ ഭാഗത്തുനിന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് ബ്രിക്സിന്റെ കൂട്ടായ്മ,
ഈ പറഞ്ഞ തുടക്കം എങ്ങനെ റഷ്യയുമായിട്ട് വേണ്ട ബന്ധം വേണ്ട, റഷ്യയിൽ നിന്ന് സാധനം മേടിക്കാൻ പറ്റത്തില്ല, എണ്ണ മേടിക്കാൻ പറ്റില്ല, റഷ്യയായിട്ട് ആയുധ കരാർ ഉണ്ടാക്കാൻ പറ്റത്തില്ല, അത് പറ്റത്തില്ല, നമുക്കത് നടത്തിയേ ഒക്കത്തുള്ളൂ. നമ്മുടെ രാജ്യത്തിന് ഉതകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പെടുത്തുന്നതിനുള്ള താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് റഷ്യയായിട്ടുള്ള ബന്ധം. ഇത് വളരെ കാലം കൊണ്ടേ ഉള്ളൂ. അതുകൊണ്ട് റഷ്യയിൽ നമ്മൾ എണ്ണ മേടിക്കും, ആയുധം മേടിക്കും, മറ്റു രീതിയിൽ മേടിക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ താരിഫ് വന്നത്. അപ്പം ആ താരിഫ് ഒരു അനുഗ്രഹമാക്കി റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കി. ഈ പറയുന്നത് പോലെ നമ്മൾ X500 ഇവിടെ മേടിക്കാൻ തീരുമാനിക്കുന്നു. അതുപോലെ SU-57 എന്ന് പറഞ്ഞ 5ാം തലമുറ യുദ്ധവിമാനം മേടിക്കുന്നത് മാത്രമല്ല, ഇവിടെ അതിന്റെ സോഴ്സ് കോഡ് നമ്മൾ വികസിപ്പിക്കാൻ തയ്യാറാവുന്നു. ഏറ്റവും വലിയ റഡാർ സംവിധാനം മേടിക്കാൻ തയ്യാറാവുന്നു. അതായത് ലോകത്തിനകത്ത് ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, അമേരിക്കയുമായിട്ടുള്ള നല്ല ബന്ധമല്ലായിരുന്നു ആരാധകർക്ക് അത് അമേരിക്കൻ പ്രസിഡന്റ് ആകട്ടെ, അതുകൊണ്ടല്ലേ അവർ റഷ്യയോട് കൂട്ടുപിടിക്കും. ആ രീതിയിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്തി കൊണ്ടുപോകുന്നു. അതിന്റെ കൂടെ ഈ പറയുന്നത് പോലെ ഈ റഷ്യ, ഇന്ത്യ, ചൈന ഈ കരാറിന് വേണ്ടി റഷ്യ നേരത്തെ ശ്രമിച്ചതാണല്ലോ, ആ കരാർ ദൃഢപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പൊ ഇതിനുശേഷം ഈ താരിഫ് ഇതിന് ശേഷം ഈ പറയുന്നത് പോലെ പുടിൻ പറയുന്നു, വന്നാട്ടെ ഞങ്ങളുടെ രാജ്യത്തിൽ ഇതുവരെ വന്നതുപോലെയുള്ള അമേരിക്കൻ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ട് ഞങ്ങൾ സുഹൃത്തായിട്ട് തീരുമാനിക്കുന്നു, ഇനി റഷ്യ മുൻകൈ എടുക്കുന്നു. ബ്രസീലിന്റെ ഈ പറയുന്ന പോലെ പ്രധാനമന്ത്രി താരിഫിന്റെ വിഷയത്തിൽ എന്നെ വിളിക്കാൻ പറഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത് പറഞ്ഞ പോടാവില്ലേ, ഞാൻ വിളിക്കത്തില്ല, എനിക്ക് വിളിക്കാൻ വേണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അല്ലെങ്കിൽ പുടിനെയും ഷീ ജിൻപിങ്ങിനെയും ഒക്കെ വിളിക്കുക, ഇയാളെ വിളിച്ചിട്ട് എന്തിനാ കാര്യം, ഇയാളെ പാട്ട് പോവാന്ന് പറയുന്നു. അപ്പൊ അയാളുമായിട്ട് നമ്മൾ 1 മണിക്കൂർ ചർച്ച നടത്തുന്നു. അതുപോലെ പുടിനുമായിട്ട് സംസാരിക്കുന്നു. പുടിൻ ഉടനെ ചൈനയെ വിളിച്ചിട്ട് ഷീ ജിൻപിങ്ങുമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ലോകക്രമം മാറ്റുന്നു. അതിന്റെ കൂടെ ബ്രിക്സ്, കഴിഞ്ഞ ദിവസം ബ്രിക്സിനകത്ത് ഈ പറയുന്ന പോലെ നേരത്തെ റഷ്യ ഉണ്ടാക്കി കൊണ്ടുവന്ന ബ്രിക്സ്, അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും അമേരിക്കയുമായിട്ടും ബന്ധമുള്ളത് കൊണ്ടും നമ്മൾക്ക് ഈ ബ്രിക്സിനകത്ത് റഷ്യയും ചൈനയും കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ടും നമ്മുടെ എക്കണോമിക്കൽ ഗ്രഹത്തിനകത്ത് ഇതിനെക്കാട്ടി നല്ലത് ഒരുപക്ഷെ അവരുടെ കൂടെ ആകുന്നതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് തൊട്ടില്ല എന്ന് പറഞ്ഞാൽ നിന്നത് അമേരിക്ക. ഇപ്പൊ ഈ പറഞ്ഞ അമേരിക്കയും യൂറോപ്യൻ കൺട്രീസും ഈ നിലപാടെടുക്കുമ്പോൾ ബ്രിക്സിനെ ബലപ്പെടുത്താൻ തുടങ്ങി. നരേന്ദ്രമോദി അങ്ങോട്ട് ചെന്ന് നിന്ന് കൊടുത്തപ്പോൾ ബ്രിക്സ് അങ്ങ് ബലപ്പെട്ടു. ഇപ്പൊ നാളെ കാലത്തെ നേരത്തെ പുടിൻ കൊണ്ടുവന്നില്ലേ, നമുക്കൊരു കറൻസി ഉണ്ടാക്കാം, ഈ പറയുന്ന ഡോളർ വേണ്ട, അതിനെപ്പറ്റി റഷ്യ ആലോചിച്ചപ്പോൾ ഈ പറയുന്ന നമ്മൾ അത്ര അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല. അന്നേ അമേരിക്കൻ പ്രസിഡന്റ് വരേണ്ടതാണ്, ഇപ്പൊ ദാണ്ട് വീണ്ടും ആലോചിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം ഇന്ത്യ പറഞ്ഞതല്ല, പറയിച്ചതാണ്. ബ്രസീൽ പറഞ്ഞു ഇവനുമായിട്ടൊക്കെയുള്ള ഡോളർ വെച്ച് ലോകം മൊത്തം എന്തിനാ വിനിമയം നടത്തുന്നത്, നമുക്ക് നമ്മുടെ ഒരു കറൻസി ഉണ്ടാക്കാം നമ്മുടെ രാജ്യത്തിൽ. ഇപ്പം ഈ ബ്രിക്സിന്റെ കൂട്ടായ്മയ്ക്കകത്ത്. അപ്പൊ ബ്രിക്സിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇപ്പം ബലം, ഞാൻ ഈ പറഞ്ഞ പോലെ മോദി വന്നതിന് ശേഷം റഷ്യ, ഇന്ത്യ, ചൈനയല്ല, ബ്രസീലായി, സൗത്ത് ആഫ്രിക്കയായി, ഈ പറഞ്ഞ ഈജിപ്റ്റായി, GCC രാജ്യം ഇറാനായി, GCC രാജ്യം UAE, മറ്റു രാജ്യങ്ങൾ, പല രാജ്യങ്ങളും ഇതിനകത്ത് കൂട്ടായിട്ട് വരാൻ ശ്രമിക്കുന്നു. അതായത് നാറ്റോയ്ക്കെതിരെ വലിയ അതേപോലെ ഒരു സൈനിക ശക്തിയായിട്ട് നീങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചാൽ നാറ്റോയ്ക്ക് വലിയ വെല്ലുവിളിയാവും. ഇവർ തമ്മിൽ രണ്ട് ചേരിയായിട്ട് നേരത്തെ നിന്നതുപോലെ ശീതയുദ്ധത്തിന് ശേഷം റഷ്യ ശ്രമിച്ചതുപോലെ ആ ഉണ്ടാക്കിയ ഒരു ചേരിയെ പൊളിച്ച് അടുക്കുന്നതിന് വേണ്ടി അമേരിക്കയ്ക്ക് പല ഘട്ടങ്ങളിലും നടന്നപ്പോൾ ഇപ്പം അത് പൊളിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു കരുത്തുള്ള രാജ്യം അല്ലാതെ പോകുന്നു. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെയും അതിന് കൂടുതൽ റിസ്ക് എടുക്കേണ്ടി പോകുന്നു. അതായത് ഈ രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഉരുത്തിരിച്ച് ഈ പറയുന്നത് പോലെ ഇന്ത്യ നിയന്ത്രിക്കുന്ന ഒരു ലോകക്രമം ഇതിലേക്ക് കൊണ്ടുവന്ന് എന്നേക്കുമായി നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുള്ള അമേരിക്കയും ഇനിയും തടയാൻ പറ്റാത്ത രീതിയിലേക്ക് അത്രയ്ക്ക് കരുത്തുള്ള രാജ്യമായിട്ട്. ഇപ്പൊ അമേരിക്കയിൽ ആദ്യം ചെന്ന് മസിൽ പിടിക്കത്തില്ല, അറിയാം, പറഞ്ഞാലും ചെന്ന് മസിൽ പിടിക്കത്തില്ല. എന്തോ അമേരിക്ക എടുത്ത് മസിൽ പിടിച്ചിട്ട് കാര്യമില്ല. ആ ലോകക്രമത്തിലേക്ക് അല്ലെങ്കിൽ മസിൽ പിടിച്ചാൽ നിൽക്കത്തില്ല എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു അതിജീവനത്തിൽ കൂടി ഇന്ത്യ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഞാനൊരു വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. ഇതെന്റെ രാജ്യത്തിന് വേണ്ടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്, കർഷകർക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ പാൽ ഉൽപാദകർക്ക് വേണ്ടിയാണ്, നമ്മൾക്ക് വേണ്ടിയാണ്, എല്ലാവരും എന്റെ കൂടെ നിൽക്കണം. ആ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുന്നോട്ടുള്ള കുതിപ്പിന് തടസ്സം നിൽക്കുന്ന ഇപ്പോഴത്തെ ലോകക്രമത്തിൽ ആദ്യത്തെ ആയിട്ടുള്ള അമേരിക്കയുടെ തടസ്സത്തെ അതിജീവിച്ച് ഇനി ആർക്കും തടസ്സം തടഞ്ഞാൽ നിൽക്കാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വലിയ മത്സരം. ആ മത്സരത്തിനകത്ത് ഇന്ത്യ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം ആ പാരമ്പര്യമാണ് ഇന്ത്യക്ക്. ഇന്ത്യ വിജയിക്കും എന്ന് പറയുന്നതിനകത്ത് ഇന്ത്യ ആലോചിച്ച് മുന്നേറുന്നു. ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, നമ്മൾ ഇത്രയും ക്രമം പറഞ്ഞല്ലോ. ഈ പറയുന്ന ഇയാളുമായിട്ട് താരിഫിന്റെ കാര്യം, റഷ്യയുമായിട്ടുള്ള വിഷയം സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ RIC ബന്ധം, ബ്രിക്സിന്റെ ബന്ധം, മറ്റ് പല രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അകത്ത് പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ വ്യാപാരക്കാരെ ഒപ്പിക്കുന്നു. നമ്മളെല്ലാത്തിനകത്തും ഒരു തയ്യാറെടുപ്പിലൂടെ മുന്നോട്ട് പോകുന്നു. അതായത് നമ്മളെല്ലാം ഒരുങ്ങി
ഒന്നും ഒരുങ്ങാതെ രാവിലെ വൈകിട്ട് താരിഫ് ഉണ്ടാക്കുന്ന, ഒന്നും ചിന്തിക്കാതെ താരിഫ് ഉണ്ടാക്കുന്ന, എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത ലോകത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ലോകത്തിലെ വ്യവസായികളും അങ്ങനെ ചെയ്യുന്ന പറയുന്നത് ചെയ്യുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യയെ എല്ലാം ആലോചിച്ച് എല്ലാ രീതിയിലും എല്ലാ പ്രശ്നങ്ങളും അവസരങ്ങളാക്കി മുന്നേറുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള മത്സരമാണ്. ഈ മത്സരത്തിൽ നമ്മൾ വിജയിച്ചേവും. ട്രംപ് മലന്നടിച്ച് വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏറ്റവും അവസാനത്തെ തിരിച്ചടിയായിട്ട് ഇത് വരും. ഇന്ത്യ ലോകത്തിന്റെ നെറുകയിൽ ആർക്കും തടയാൻ വയ്യാത്ത ശക്തിയായിട്ട് ഇതിന് ശേഷം സ്ഥാപിച്ച് നയിച്ച് ഇന്ത്യയെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകക്രമത്തിലെ ഇന്ത്യ പറയുന്നതിന് ആദ്യത്തെ പരിഗണന കൊടുക്കുന്ന ഒരു രാജ്യമായിട്ട് നരേന്ദ്രമോദി ഇന്ത്യ മഹാരാജ്യത്തെ കൊണ്ടെത്തിക്കും. യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല. അത് തന്നെയാണ് ഇപ്പൊ അറിയാവുന്നവരും ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരും പോലും പറയുന്നത്. അതായത് എന്തെങ്കിലും കാര്യം തലയ്ക്കകത്ത് ആള് താമസമുള്ളവർ പറയുന്നത് ആ ഒരു മത്സരത്തിലേക്കാണ് പോകുന്നത്. ഇപ്പം ബ്രിക്സ് കറൻസി എന്നുള്ള രീതിയിലേക്ക് ബ്രിക്സ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഗൗരവമായിട്ട്. അതായത് ഏറ്റവും വലിയ തിരിച്ചടി ലോകത്ത് ഡോളറിന്റെ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ ലോകത്തെ വ്യവസായങ്ങൾ ലോകരാജ്യങ്ങൾ തമ്മിൽ എല്ലായിടത്തും നടത്തുമ്പോൾ അല്ലെങ്കിൽ ഡോളർ അടിച്ചു വെച്ചാൽ ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ അടിച്ചു വെച്ചാൽ പോലും അതിന് മൂല്യമുള്ള സമയത്ത് ഇനി ഡോളർ ഒന്നുമല്ലാത്തൊരവസ്ഥ. ലോകത്തെ നിയന്ത്രിക്കുന്ന കറൻസിക്ക് അകത്ത് ഇനി ലോകത്ത് രണ്ട് കറൻസി അല്ലെങ്കിൽ ബ്രിക്സിന്റെ കറൻസി വരുന്നു. അതിന് തീരുമാനമായി എന്ന് പറയുന്നു. ഇന്ത്യ ഇടപെടുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ. അതായത് ഇന്ത്യയുടെ ഇടപെടലിൽ ഇനിയും ലോകക്രമം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിക്സിന്റെ നിയന്ത്രണത്തിൽ അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിക്സ് കറൻസി വരുന്നു എന്നുള്ള റിപ്പോർട്ടും അതിന്റെ പിറകിൽ ഇന്ത്യ ആണെന്നുള്ള റിപ്പോർട്ടും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ താരിഫ് യുദ്ധത്തിൽ അമേരിക്ക പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. നമ്മൾ ഒത്തിരി സഫർ ചെയ്യേണ്ടി വരും. അതിന് തയ്യാറായി ഒരുപക്ഷെ പ്രധാനമന്ത്രി തയ്യാറായപ്പോൾ പ്രതിപക്ഷം തയ്യാറായി, CPM തയ്യാറായി, ജനം തയ്യാറായി, മുന്നോട്ട് പോകണം അല്ലെങ്കിൽ BJP തയ്യാറായി, എല്ലാവരും തയ്യാറായി ഒന്നിച്ചു നിൽക്കുന്ന ഒരവസ്ഥ. ഈ ഒന്നിച്ചുള്ള പോക്കിനകത്ത് നമ്മൾ വിജയിക്കും. കാരണം നമ്മുടെ രാജ്യത്ത് ഒന്നിച്ചൊരേ മനസ്സോടുകൂടി ശത്രുവും മിത്രവും ഒന്നേറി ഇന്ത്യയുടെ ഈ വിഷയത്തിൽ. പക്ഷെ അമേരിക്കയിൽ അങ്ങനെയല്ല. വാഴപ്പഴം കിട്ടാത്തതിന് അമേരിക്കൻ പ്രസിഡന്റിനെ ചീത്ത പറയുന്ന അമേരിക്കക്കാരെ ഒക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഴപ്പഴം മേടിക്കുന്നതിന് പൈസ കൂട്ടിയെന്ന് പറഞ്ഞത് വാഴപ്പഴം ആ രീതിയിലേക്ക് ജനത്തിന്റെ ഇടയിൽ പ്രശ്നമായി ചർച്ചയായി. ആ പറയുന്ന ജനം തന്നെ ചർച്ച ചെയ്തു തുടങ്ങി. ഇത് അവർക്ക് ഗുണമല്ലെന്ന് അമേരിക്കയിലെ ജനം ചർച്ച ചെയ്യുന്നു. രണ്ട് രാജ്യങ്ങളുടെയും ജനങ്ങളുടെ അഭിപ്രായവും ഒക്കെ ഈ രീതിയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ മുന്നേറ്റം തിരിച്ചടിയിൽ മലന്നടിച്ചു വീഴുന്ന ട്രംപ്, അതാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അങ്ങനെ തന്നെയാണ് ലോകവും പറയുന്നത്. എന്തായാലും ഇന്ത്യ കനത്ത തിരിച്ചടി നൽകും. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ട്രംപ് ഇന്ത്യ നൽകുന്ന ആ തിരിച്ചടിയിൽ മലർന്നടിച്ച് വീഴുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ട്രംപ് ഉയർത്തിയിരിക്കുന്ന ഈ താരിഫ്, ഇന്ത്യക്ക് മേൽ ഉയർത്തിയിരിക്കുന്ന ഈ താരിഫിൽ ലോകത്തെ മറ്റു രാജ്യങ്ങൾക്കുമൊക്കെ അതൃപ്തിയുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതുവഴി ബ്രിക്സിലൂടെയും ഒരു തിരിച്ചടി അമേരിക്കയ്ക്ക് പ്രതീക്ഷിക്കാം. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.